അങ്ങനെ ഞങ്ങൾ ഒന്നും രണ്ടും സാരിയൊന്നുമല്ല കുറച്ചൊന്ന് സാരി ട്രയൽ ചെയ്ത് നോക്കി. അപ്പത്തേന് ഏടത്തിയമ്മയ്ക്കും അടുത്തു കേട്ടോ. ഏടത്തിയമ്മ ഇങ്ങനെ ഉടുത്തു നോക്കണു, നമ്മളിരുന്ന് ഇങ്ങനെ അഭിപ്രായം പറയണു. അതായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി. ഞങ്ങളിതിൽ ഏത് സാരിയാണ് ചൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒരു ഗസ് കൊടുത്തോട്ടോ കമൻ്റായിട്ട്. അങ്ങനെ പെണ്ണിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രയലോക്കലും കഴിഞ്ഞ് ചെക്കനുള്ള കുർത്ത ട്രയലോക്കിയും കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ കോമ്പിനേഷൻ അലുവയും മത്തിക്കറിയും പോലെ ഉണ്ട്, ജീൻസ് പാൻറ്റും കല്യാണ കുർത്തയും. അവൻ ഓരോ ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ പോകുമ്പോൾ ഞാൻ ആ കണ്ണാടിയുടെ മുന്നേ കയറി നിൽക്കും. കണ്ണാടി കണ്ടാൽ നമുക്ക് വെറുതെ ഓടാൻ പറ്റില്ലല്ലോ. പാൻറ് ഇടുമ്പോൾ കറക്റ്റ് ലുക്ക് അറിയാത്തതുകൊണ്ട് അവിടുന്ന് ചേച്ചി ഞങ്ങൾക്കൊരു മുണ്ട് തന്നു കേട്ടോ. അമ്മ അതിൻ്റെ ഇടയിൽ എന്താ പറയണത് വെച്ചാൽ അനിയനെ വീഡിയോ കോൾ വിളിക്കുക എന്നിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറയണത്. എൻ്റെ വ്ളോഗ് ഇറങ്ങുമ്പോൾ അവൻ കണ്ടോളെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ സൈഡാക്കിട്ടോ. അങ്ങനെ കുറേ നേരത്തെ ഷോയ്ക്ക് ശേഷം അവൻ്റെ സെലക്ട് ചെയ്യലും കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ കണ്ണിൽ ഈ സാരി ഉളക്കിയത്. എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമായി. ഏട്ടൻ്റെ കല്യാണത്തിന് ഞാൻ ഈ സാരി ആക്കിയാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ബാക്കി നാളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട.